ഒന്ന് പറയുന്നത് 70 നബിമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുൻകാലത്ത് കടന്നുപോയ 70 നബിമാര് വരികയും നിസ്കരിക്കുകയും ചെയ്തൊരു പള്ളിയാണ് എന്നൊരു അഭിപ്രായം. 70 നബിമാരെ മക്ബറ ഉണ്ട് എന്നും പറയാറുണ്ട്. അതായത് 70 നബിമാർ അവിടെ വഫാത്തായി കിടക്കുന്ന ഒരു സ്ഥലത്താണ് ആ പള്ളി ഉള്ളത്. കാരണം പഴയ കാലത്ത് നബിമാരൊക്കെ ഒരു ആദ്യത്തായിരുന്നു. അവരുടെ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും അവസാനം അതായത് വഫാത്താകുന്ന സമയത്ത് അവർ മക്കയിലേക്ക് വരികയും മക്കയിലാണ് മറവ് ചെയ്യപ്പെടുക. അതൊരു ആദ്യത്തുണ്ടായിരുന്നു ബനി ഇസ്രായേലിലും. അപ്പൊ അങ്ങനെ നബിമാരെല്ലാവരും വന്ന് വഫാത്താകുന്ന അവരെ മറവ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു അത്രയും മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളി. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം 70 നബിമാരും ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ 70 നബിമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ളവർ നിസ്കരിച്ചിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് മസ്ജിദുൽ ഖൈഫ്. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോ ഒരു പാലത്തിന്റെ മുകൾക്ക് കയറും. അപ്പൊ ഇടത് ഭാഗത്തായിട്ട് ആ പള്ളി വരിക, അതാണ് മസ്ജിദുൽ ഖൈഫ്. അതേപോലെ തന്നെ ആ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു കാഴ്ച ഉണ്ട്. അതായത് ജംറകൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഇബ്ലീസിനെ എറിയാന്നൊക്കെ പറയുന്ന ഒരു സ്തൂപത്തിനെ കല്ലെറിയുന്ന ഹജ്ജിന്റെ സമയത്ത് എറിയുന്ന സംഭവം. അതിപ്പോ നമുക്ക് ആ സ്തൂപം കാണാൻ കഴിയില്ല, കാരണം അതൊരു ഒരു ബിൽഡിംഗ് പോലെ കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലാണുള്ളത്. ഒരു പാലൊക്കെ നിർമ്മിച്ചിട്ടുള്ള. പക്ഷെ അത് നമ്മളെ ഇടത് ഭാഗത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇടത് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പാലത്തിന്റെ മുകൾക്ക് കയറിയാലും ഇടത് ഭാഗം. ഇപ്പൊ നമ്മൾ അടിയിലൂടെയാണ് ഒരു പാലത്തിന്റെ മുകൾക്ക് കയറാൻ പോവാണ്. ആ കയറിയാൽ ഇടത് ഭാഗത്ത് ആദ്യം കാണുന്ന പള്ളി മസ്ജിദുൽ ഖൈഫ്. 70 നബിമാർ നിസ്കരിച്ചു, 70 നബിമാരുടെ മക്ബറ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പള്ളി. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ജംറകൾ കാണാം. ഒരു പാലങ്ങൾ ഇങ്ങനെ പോകും. ആ പാലത്തിൽ കൂടെ ഒരു ഭാഗത്തു കൂടെ കയറിയിട്ട് കല്ലെറിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗത്തൂടെ ഇറങ്ങി പോകുന്നു. പഴയ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ വഴിയായിരുന്നു. അതുകൊണ്ട് കുറെ ആൾക്കാർ തിക്കിലും തിരക്കിലും കൊണ്ട് മരിക്കുമായിരുന്നു. അപ്പൊ സർക്കാർ പുതിയ നിയമം കൊണ്ട് ഒരു ഭാഗത്തൂടെ കയറി എറിഞ്ഞ് മറ്റേ ഭാഗത്തുകൂടെ ഇറങ്ങി പോവുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള സിസ്റ്റം. എല്ലാവരും ഇടത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മിനാരം കാണുന്നുണ്ടോക്കെ വണ്ടി തിരിയാട്ടോ. ഈ ഇടത് ഭാഗത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മിനാരം കാണുന്നുണ്ടോ അവിടെ പള്ളിന്റെ ഈ ഇടത് ഭാഗത്തുള്ള മിനാരം. ഈ പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ് ഇടത് ഭാഗത്തുള്ളത്. അതിന്റെ ബാക്കിലുള്ള ആ കെട്ടാണ് ആ വലിയൊരു ടെന്റ് പോലെ മുകളിലുള്ള ഒരു വെള്ള, അതിന്റെ അടിയിലാണ് ജംറകൾ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇബ്ലീസിന്റെ ഏരിയാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് നേരത്തെ കണ്ട മുസ്ദലിഫയിൽ കല്ല് പൊറുക്കി വന്നിട്ട് ഇവിടെ ഏറിയ. അപ്പൊ ഈ ഒരു ഇതിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ നടന്നു പോയി എറിഞ്ഞിട്ട് അപ്പുറത്ത് കൂടെ ഇറങ്ങി പോകണം എന്നുള്ളതാണ്. ഇനി എല്ലാവരും വലത് ഭാഗത്ത് നോക്കിയാണ്. വലത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. ഇതാണ് ടെന്റുകളുടെ നഗരം എന്നറിയപ്പെടുന്ന മിന. ലക്ഷക്കണക്കിന് ടെന്റുകൾ ഇങ്ങനെ നേരിട്ട് കിടക്കുന്നത് കാണാം. അതേപോലെ തന്നെ ടെന്റുകളുടെ ഒരു കാലഘട്ടം അവസാനിച്ചിട്ട് ഇനി പുതിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് പോലെയാണ് അത്ര ഉണ്ടാക്കുക. ഇവിടെ നമുക്ക് വലതു ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ കണ്ട ബ്ലോക്കുകളുണ്ട്, ഓരോ ബിൽഡിംഗ് കെട്ടിയാണ്. ഈ ടെന്റുകൾ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ബിൽഡിങ്ങുകൾ കിട്ടുമായിരുന്നു. 4-5 നിലയുള്ള ബിൽഡിംഗ്. കാരണം ആളുകൾ അത്രയും കൂടിയതുകൊണ്ട് ടെന്റിൽ സ്ഥലം ചെയ്യാത്തതുകൊണ്ട് ഇനി മുതൽ എന്ത് ചെയ്യാണ്, ഇതുപോലെ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ട് ഓരോ മുത്തോഫിനും ഓരോ ഗ്രൂപ്പിനും ഇങ്ങനെ ഓരോ ഹാള് പോലെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഇതും ഇതേപോലെ ടെന്റുകൾക്ക് പകരമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ബിൽഡിങ്ങുകൾ കെട്ടുക. കാരണം കുറച്ചൊരു കാലം കഴിഞ്ഞാൽ ടെന്റുകൾ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ ഹജ്ജ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ടെന്റുകളിൽ കിടന്നിട്ട് തന്നെ ഹജ്ജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ ബിൽഡിങ്ങിൽ കിടന്നിട്ട് ഹജ്ജ് ചെയ്യേണ്ടി വരും.